നമുക്ക് എന്താ പറയുക, ഭാരതീയം ഇതുവരെ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ബിജു കുമാർജി പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. ബിജു കുമാർജി. ഓം പൂർണ്ണപുഷ്കരാമ സമേത ഹരിഹരവത്ര സ്വാമി ഈശ്വരൻ. വേദിയിരിക്കുന്ന ഇൻസ്പെക്ടർ വിജി തമ്പി സർ, ഭാരതീയ കൂട്ടായ്മയുടെ നെടുന്തൂണായ അനിൽ സർ, നമ്മുടെ സീനിയർ മെമ്പർ നാഗപ്രത്യേകർ, അതുപോലെ ഭാരതീയ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനത്തിനും രാത്രിയോ പകലോ എന്നില്ലാതെ കൂടെ നിൽക്കുന്ന ഗീതേഷ് ജി, ഗിരീഷ് ജി, ഹരിദാസ് ജി, അങ്ങനെ മറ്റെല്ലാ രാജേന്ദ്രൻ ജി, എല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അവരുടെ മറ്റുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന ബാബു പണിക്കർ സർ, രഘുനാഥ് സർ, സി കെ രാമേന്ദ്രൻ സർ, കേശവകുട്ടി സർ, പ്രസന്ന പിള്ളേജി ആൻഡ് ജയപ്രകാശ് കുറച്ച് മുമ്പ് വന്നിരുന്നു. അദ്ദേഹത്തിന് അവരുടെ വീട്ടിൽ ഒരു മരണം നടന്നത് കാരണം കൊലയാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തിൽ, അതുകൊണ്ട് അദ്ദേഹം വന്ന് ആശംസകൾ എല്ലാം പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ വിളിച്ച എല്ലാവരും വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭാരതീയ കൂട്ടായ്മ ഇന്ന് 5ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഡൽഹി NCRൽ താമസിക്കുന്ന ഹൈന്ദവ വിശ്വാസികളായ ഒരുപറ്റം മലയാളികളുടെ കൂട്ടായ്മയാണ് ഭാരതീയം. ഇവിടെ ഇരിക്കുന്ന പലരും ചിന്തിച്ചേക്കാം, ഡൽഹിയിൽ ഇത്രമാത്രം സംഘടനകളപ്പോൾ എന്തിനാണ് ഭാരതീയം? കുറച്ചു മുമ്പ് നമ്മുടെ ഗോപിനാഥ് ജി പറഞ്ഞതുപോലെ 20 സെപ്റ്റംബർ 2020 നമ്മുടെ സമീപത്തുള്ള സ്മൃതിവൻ പാർക്കിൽ വെച്ച് നമ്മളിൽ കുറച്ച് ഹൈന്ദവ വിശ്വാസികൾ, ടു ബി പ്രിസൈസ് കേവലം 8 പേർ ഒന്നിച്ചിരുന്ന് ഹൈന്ദവ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയും അതിൽ നമുക്ക് ആസ് എ കൂട്ടായ്മ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ അവിടെ ചർച്ച ചെയ്തു. അതിൽ നിന്നുമാണ് ഇങ്ങനെയൊരു കൂട്ടായ്മയ്ക്ക് നമുക്ക് രൂപം കൊടുക്കാനും നമുക്ക് മുന്നോട്ടുള്ള പ്രചോദനം ഉണ്ടാകാനും സാധിച്ചത്. ജാതീയമായും മറ്റ് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കാരണം വിഘടിച്ചു നിൽക്കുന്ന ഒരു മലയാളി ഹൈന്ദവ സമൂഹത്തെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഹൈന്ദവ കുടുംബങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ മുന്നോട്ട് വയ്ക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമായിരിക്കും. അതിനെപ്പറ്റി അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞ 5 വർഷമായി എന്തെല്ലാം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിന്റെ ഒരു ചെറിയ വിവരണമാണ് ഞാൻ തരാൻ വേണ്ടിയിരിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ആദ്യത്തേതാണ് ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളും ജീവിതശൈലികളും പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അതിനെപ്പറ്റി നമ്മുടെ ഭാരതീയ കൂട്ടായ്മ എന്ത് ചെയ്തു? നമ്മുടെ ഭഗവത്ഗീത സെമിനാർ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. നാരായണീയത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ നമുക്ക് നമ്മുടെ നല്ലൊരു നാരായണീയത്തിന്റെ ശ്രേഷ്ഠമായിട്ട് അറിയാവുന്ന ആളിനെ കൊണ്ടുവന്ന് നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ നടത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തില്, നമ്മുടെ പട്ടണത്തിലെ ക്ഷേത്രത്തില് ആധ്യാത്മികവും അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ഹൈന്ദവരുടെ കൂടുതൽ സഹകരണം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഉറപ്പുവരുത്തുക എന്നുള്ള മറ്റൊരു കാര്യമുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 5 വർഷമായി എല്ലാ മണ്ഡലകാലങ്ങളിലും ഒരു ദിവസത്തെ പൂജ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വേണ്ടി ചെയ്യും. അത് അന്നേ ദിവസം 100 കണക്കിന് ഹൈന്ദവ വിശ്വാസികളെ ഇതിൽ സഹകരിപ്പിക്കാനും അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള ആധ്യാത്മിക കാര്യങ്ങൾ, അതായത് ഭാഗവത സപ്താഹമായിക്കോട്ടെ, നവരാത്രി മഹോത്സവമായിക്കോട്ടെ, അത് മറ്റ് വിശേഷ ദിവസങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഭാരതീയ കൂട്ടായ്മ എന്നും ക്ഷേത്രത്തോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ
ക്ഷേത്രത്തിൽ കൂടുതൽ സഹകരണം ഉണ്ടാകണമെന്ന് താല്പര്യപ്പെട്ട് മുന്നോട്ട് ഇറങ്ങി നിൽക്കുന്നു. മറ്റ് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന, അതായത് പുതുതലമുറയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫൈനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാര്യ കൂട്ടായ്മ എന്നും മുന്നിട്ട് തന്നെ നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഭാര്യ കൂട്ടായ്മയ്ക്ക് എന്ത് അതിനെപ്പറ്റി ചെയ്യാം എന്നുള്ളത് കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ച് ക്രിയാത്മകമായ രീതിയിൽ നമുക്ക് അതിൽ തീരുമാനമെടുത്ത് അവർക്ക് സഹായിക്കാൻ നമ്മൾ മുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതുതലമുറയ്ക്ക് കൂടുതൽ സെൽഫ് കോൺഫിഡൻസ് പകർന്നു കൊടുക്കാനായി ഈ കഴിഞ്ഞ 5 വർഷം വാർഷിക ആഘോഷം നടക്കുമ്പോൾ നമ്മുടെ സ്കോളേഴ്സ്, അതായത് നല്ല നല്ല ശ്രേഷ്ഠന്മാരെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ പുതുതലമുറയ്ക്കും അവരുടെ മാതാപിതാക്കന്മാർക്കും ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉള്ള അവസരം ഒരുക്കുന്നു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ആദ്യത്തെ വർഷം ശ്രീകുമാർ വരാത്ര സർ, രണ്ടാമത്തെ വർഷം നമ്മുടെ ശ്രീമതി ലതാ മുരളി മാഡം, എയർ വൈസ് മാർഷൽ ശ്രീകുമാർ സർ, കഴിഞ്ഞ വർഷം ശ്രീ അനൂപ് ആന്റണി സർ, ഇപ്പം നമ്മുടെ മുമ്പിൽ നമുക്കെല്ലാം വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ വിജയ് തമ്പി സർ, ഇങ്ങനെയുള്ള വ്യക്തിത്വത്തെ നമ്മൾ കൊണ്ടുവന്ന് നമ്മളുമായി നമുക്ക് ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്താണ് നമുക്ക് മുന്നോട്ട് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലെല്ലാം ഉപരി ഭാര്യ കൂട്ടായ്മ, പുണ്യസ്ഥല ദർശനം, ദേവാലയ ദർശനം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ പല പുണ്യസ്ഥലങ്ങളും നമ്മുടെ കുടുംബങ്ങളോടൊപ്പം സന്ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുരുക്ഷേത്രയിൽ നിന്ന് തുടങ്ങിയ ആദ്യത്തെ വർഷം കുരുക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ പുണ്യസ്ഥല ദർശനം, പിന്നീട് കാശി വിശ്വനാഥ്, മഹാകാലേശ്വർ, ഓംകാരേശ്വർ, ജ്വാലാമുഖി, നമ്മുടെ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള, പിന്നീട് ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞ മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ജഗന്നാഥപുരി ട്രിപ്പ്. ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളോടൊപ്പം നമുക്ക് പോകാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി മനസ്സിലാക്കാനും സാധിച്ചു. ഇതേപറ്റി പറയുമ്പോൾ 2 കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് മഹാകുംഭമേളയായാലും നമ്മുടെ ജഗന്നാഥപുരി ട്രിപ്പായിരുന്നു. ഇതില് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹരിച്ചേട്ടൻ ആണ് ഇതിന് ഏറ്റവും മുമ്പിട്ട് നിന്നതും. അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പിലാണ് നമ്മുടെ ഈ ഏതാണ്ട് 100-ൽ പരം ആൾക്കാരെ ഇത്രയും ദൂരം കൊണ്ടുപോയി, അത് പല പല ട്രാൻസ്പോർട്ടേഷൻ മുഖേന, പല ബൈ എയർ ആയിക്കോട്ടെ, ബൈ ട്രെയിൻ ആയിക്കോട്ടെ, പല പല രീതിയിൽ അവിടെ കൊണ്ടുപോയി എല്ലാവരും സന്തോഷമായ രീതിയിൽ എല്ലാം കാണിച്ച് പറഞ്ഞു കൊടുത്ത് പുണ്യസ്ഥലങ്ങൾ ദർശനം നടത്തി സന്തോഷമായി തിരിച്ചു വരാൻ സാധിച്ചു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക കയ്യിൽ കൊടുത്തു. ഇതോടൊപ്പം തന്നെ ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ, ഫുഡ് ഫോർ നീഡി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഭാര്യ കൂട്ടായ്മ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഓർഫനേജുകളായാലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യങ്ങളിൽ ഫുഡ് അവിടെ എത്തിച്ചു കൊടുക്കുകയും കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ റോ മെറ്റീരിയൽസ് എല്ലാ വർഷവും അവിടെ എത്തിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇതൊക്കെ പറയുമ്പോഴും അഭിമാനപൂർവ്വം എനിക്കൊരു കാര്യം പറയാനുണ്ട്. 8 പേരായി തുടങ്ങിയ ഈ ഒരു ഭാരതീയ കൂട്ടായ്മ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് 150-ഓളം ആക്റ്റീവ് മെമ്പേഴ്സുമായി തിളങ്ങി നിൽക്കുകയാണ്. ഈ തിളങ്ങി നിൽക്കുന്ന കൂട്ടായ്മയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരാൻ നിങ്ങൾ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പൂർണ്ണ പുഷ്കരാംബ സമേത ഹരിഹരപുത്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.